ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, കർത്താവിന്റെ വലിയ ദൈവാനുഗ്രഹം കൃപയുണ്ടാകട്ടെ കേട്ടോ. ഇന്നൊരു സാക്ഷ്യം വായിക്കണമെന്ന് വിചാരിച്ചതാണ്. അപ്പൊ പിന്നെ ഏതായാലും നാളെ സാക്ഷ്യം വായിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ധ്യാനം ഞാൻ പറഞ്ഞായിരുന്നു, ഡീക്കന്മാരുടെ കുന്നോത്ത് പിന്നെ സെമിനാരിയിലായിരുന്ന കർത്താവിന്റെ കരുണയാൽ ധ്യാനം, ഡീക്കന്മാരുടെ ധ്യാനം. നിങ്ങൾ ടോക്ക് കേൾക്കുമ്പോഴത്തേക്ക് ധ്യാനം കഴിഞ്ഞു. പിന്നെ യാത്രയാകുന്ന കാര്യങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവാനുഭവമായിരുന്നു ധ്യാനം കേട്ടോ. ഞാൻ നിങ്ങളുടെ അന്വേഷണം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഡീക്കന്മാരെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്. പോരെ, ഈ വർഷം പട്ടം കിട്ടാൻ പോകുന്ന ഡീക്കന്മാരാണല്ലോ. ദൈവത്തിന്റെ വലിയൊരു കരുണയാണ്. നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ നന്മ പറഞ്ഞതെന്ന് ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ്. പിന്നെ ഈ നിങ്ങളുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ദിവസങ്ങളിൽ ഇന്ന് ധ്യാനത്തിന് തിരക്കായതുകൊണ്ട് എല്ലാത്തിനും എനിക്ക് മറുപടി അയക്കാനൊന്നും പറ്റിയിട്ടില്ല. ചിലത് കണ്ടിട്ടും ഉണ്ടായില്ല, കണ്ടാലും കണ്ടില്ലേലും പ്രാർത്ഥന അതിനാൽ തന്നെ ഫലദായകമായിട്ട് തീരും. കാരണം നിങ്ങളുടെ ആഗ്രഹം കർത്താവ് കാണുന്നുണ്ടല്ലോ. ഞാൻ ആ മെസ്സേജ് കണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല. ചില ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്, അച്ഛനെ കണ്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, കാരണം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈശോയോട് അത് കാര്യം അങ്ങയുടെ അച്ഛനോട് പറയാൻ വേണ്ടി ഏൽപ്പിച്ചാൽ അത് ഈശോയ്ക്ക് അറിയാം, ഈശോ എന്നെ ബ്ലെസ് ചെയ്തു. അതാണ് വിശ്വാസം. അപ്പൊ അതുകൊണ്ട് എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനകൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നിയമങ്ങളും നടക്കും കേട്ടോ. ഈശോയുടെ ദൈവഹിതം പൂർത്തിയാകട്ടെ. പ്രാർത്ഥിക്കാൻ നന്മറം ചൊല്ലി. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഈ ലക്ഷങ്ങളുടെ പ്രാർത്ഥന കിട്ടുക. പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിന്റെ 22-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 9 വേഴ്സ് 22. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് ചെറിയ തോതിൽ നമ്മിലും കാണും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില ആൾക്കാരോട് ഡോക്ടറെ കാണാൻ പോകുന്നത്, അല്ല ഡോക്ടറെ കാണാൻ പോയ എന്തായാലും ചെറിയ തോതിൽ ഇതെല്ലാം കാണും എന്ന് മനുഷ്യർ പറയാറുണ്ട്. അത് ശരിയാണ്. ചെറിയ തോതിൽ ചിലപ്പോൾ പല 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 സിംറ്റങ്ങൾ, ലക്ഷണങ്ങളൊക്കെ നമ്മൾ കാണാം. അപ്പോൾ പക്ഷെ നമ്മളങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്നത് പോലെ ഒരു സാധനം ചിലപ്പോൾ നമ്മളുണ്ടാകാൻ സാധ്യതയുണ്ട്. 9:20 കാണുന്നറിയാം. അതിനിതാണ്: അവന്റെ മാതാപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭയന്നിട്ടാണ്. കാരണം യേശുവിനെ ക്രിസ്തുവെന്നാരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സെനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് ഈശോയെ കർത്താവായി ഏറ്റുപറഞ്ഞാൽ, യേശുവിനെ ക്രിസ്തുവായി ഏറ്റുപറഞ്ഞാൽ, ഈശോയെ മിശിഹായായിട്ട് ഏറ്റുപറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഹൂദരെന്ന തീരുമാനം അങ്ങനെ പരസ്യമായിട്ട് ആരെങ്കിലും പറയുന്നത് കണ്ടെങ്കിൽ അവനെ സിനഗോഗിൽ പുറത്താക്കാൻ തീരുമാനം എടുത്തിരിക്കുക. ഇത് ആരെക്കുറിച്ച് പറയുന്നത് അറിയാം? നമ്മുടെ അന്ധനായ യാചകന് കർത്താവ് സൗഖ്യം കൊടുത്തല്ലോ. അപ്പൊ അതിന്റെ യാചകൻ മറ്റേ കേസിലാണ്. അപ്പോൾ സൗഖ്യം കൊടുത്ത ആ ഒരു സൗഖ്യം കിട്ടിയവന്റെ പേരൻസിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കറിയത്തില്ല, പിന്നെ അത് അവനോട് തന്നെ ചോദിച്ചു നോക്കെന്ന് പറഞ്ഞിട്ട് കൈ കഴുകുകയാണ്. അപ്പൊ അതിന് കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് യഹൂദര് ചെറിയ പേടിയുണ്ട്. അതുകൊണ്ട് യേശുവിനെ ക്രിസ്തുവെന്ന് ഏറ്റു പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ അറിവില്ലായ്മ, അനുഭവമില്ലായ്മ, പല കാര്യങ്ങൾ. ഇപ്പൊ എന്താ പറഞ്ഞാൽ ഇന്ന് ഇവിടെ സെമിനാരി വിശുദ്ധ കുർബാന അർപ്പിച്ച ഒരച്ഛൻ ഷെയർ ചെയ്തോ പറഞ്ഞ ഓർക്കാണ്. അതായത് ഒരു തോമാസ് ലിഹായ്ക്ക് ഒരു മിശിഹ അനുഭവം കിട്ടുകയാണ്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ ഏറ്റുപറയലെല്ലാം നടക്കുന്നത്. അച്ഛന്മാരെങ്ങനെയൊക്കെ ചെയ്യണം, അച്ഛന്മാരെയൊക്കെ വെള്ളം കൊടുത്ത ഹോമിലിയിലാണ് പിന്നെ അച്ഛനത് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സമയത്ത് ഇതൊക്കെ ഇല്ലാത്തതിന് കുറവുണ്ടാകും. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പേടിയുണ്ടായ പ്രശ്നമാണ് ഭയം. അതുകൊണ്ട് ഭയം അടിസ്ഥാനപരമായിട്ട് തിന്മയാണ്. ഫിയർ ഈസ് ഈവിൾ എന്ന് ഫിലോസഫി തിയോളജിയിലൊക്കെ പഠിപ്പിക്കുന്നതിന് കാരണം അതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അപ്പസ്തോലന്മാർ 4 എന്താ പ്രാർത്ഥിക്കുന്നത്? ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് കറേജ്, ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ചെറിയ തോതിൽ ഈ പേടി എവിടെയെങ്കിലും ഒക്കെ ഉള്ളത്. ഇപ്പൊ പനിയൊക്കെ അങ്ങ് വിട്ടുമാരെ കുഴപ്പമില്ലെങ്കിൽ ഉള്ളിലൊരു ചെറിയ പനി എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ന് കുഞ്ഞുങ്ങളെ വിളിച്ചായിരുന്നാവോ അല്ലേ? അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യം, പനിയൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങളെ കാര്യം പെട്ടെന്ന് ഓർത്താം. നിങ്ങൾക്ക് പനിയും രോഗമൊന്നും വരികയില്ല കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ലൊരു ധൈര്യത്തിന്റെ കറവാണ്. അത് കർത്താവ് പറയുന്നത്, ഞാൻ നിൽക്കുന്ന ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, ആത്മധൈര്യത്തിന്റെ ആത്മാവിനെയാണ് കർത്താവ് തന്നിരിക്കുന്നത് അല്ലേ? വിദ്യാവിഹീനരായ ഇവരുടെ ധൈര്യം കണ്ടപ്പോഴാണ് ഈ യഹൂദർക്കും ബാക്കിയുള്ളവർക്കൊക്കെ വലിയൊരു വ്യത്യാസം. അപ്പോസ്തലന്മാരെ കാണുമ്പോഴേ ധൈര്യം വേണം അല്ലെ? ധൈര്യപൂർവ്വം അരിമത്യക്കാരൻ ജോസഫ് ധൈര്യപൂർവ്വം ചെന്ന് പീലാത്തോസിനോട് ശരീരം ചോദിക്കുക. പേടിച്ചോണ്ടിരിക്കുന്ന അല്ലേ? അതുകൊണ്ടാണ് കർത്താവ് നീ ഭയപ്പെടരുത്. ഇതിന്റെ തത്തുല്യമായ വചനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനിവേ ഒറ്റ പോയിന്റിലേക്ക് വരികയാണ്. ഈശോയെ സാക്ഷ്യപ്പെടുത്താൻ നമുക്കൊരു ഒരു വൈക്ലഭ്യം നമുക്കുണ്ടെങ്കിൽ ഒരു കാരണമെന്ന് പറയുന്നത് ഈ പേടിയാവാം. അതങ്ങോട്ട് മാറിക്കോട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൂടെയുണ്ട് കേട്ടോ.
കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓടിവാ, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, ഈശോയെ അവിടുത്തെ സ്നേഹം കൊണ്ടും കൃപ കൊണ്ടും ഞങ്ങളെ നിറക്കുന്നതിനകത്ത് നന്ദി പറയും. എല്ലാ പൈശാചിക പീഡകളും അന്ധകാരശത്തിന്റെ ഉപദ്രവങ്ങളും എല്ലാ ശല്യങ്ങളും ബാധകളെയും ഭൂതങ്ങളെയും തടസ്സങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടേക്ക് ആട്ടി പായിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, ഇവിടെ ഈ വചനം കേട്ടുന്ന ഓരോരുത്തർക്കും അവരുടെ ഭയത്തിന്റെ എല്ലാ സ്വാധീനങ്ങളും യേശു നാമത്തിൽ ആശീർവദിക്കുമ്പോൾ വിട്ടുമാറട്ടെ. വലിയ ഒരു ധൈര്യത്തിന്റെ, ആത്മധൈര്യത്തിന്റെ, കൃപയുടെ, സാക്ഷ്യപ്പെടുത്തലിന്റെ ഒക്കെ വലിയൊരു കൃപയുടെ അഭിഷേകങ്ങൾ ഉണ്ടാകട്ടെ. ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുക. എല്ലാ രോഗികളെയും പ്രതി ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. പ്രത്യേകം ദൈവങ്ങൾക്ക് വേണ്ടി ആശീർവാദം കൊടുക്കുന്നവർക്ക് വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. കർത്താവ് ആയിരക്കണക്കിന് ആൾക്കാർ പല വിധത്തിൽ അയച്ചിരിക്കുന്നു. വിളിച്ചു പറഞ്ഞതും ഫോണിലൂടെയും മെയിലിലൂടെയും വാട്സാപ്പ് പലതരത്തെ മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങൾ അയച്ചിരിക്കുന്നവർ കരുണ കാണിക്കണം. കുർബാനിലേക്ക് ചേർത്ത് വെച്ച് ആശീർവദിക്കുന്നു. അതെല്ലാം നടക്കട്ടെ കർത്താവ്. തടസ്സങ്ങൾ മാറട്ടെ കർത്താവ്. പേശാചി ബന്ധനം വിട്ടുപോട്ടെ കർത്താവ്. അനേകർ സാക്ഷ്യപ്പെടുന്ന ഇടവരട്ടെ, ഈശോ മഹത്വപ്പെടുന്ന ഇടവരട്ടെ. ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടിയുണ്ട്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.